അങ്ങനെ നമ്മള് വീണ്ടും വന്നിരിക്കുകയാണ് അല്ലെ ബംഗു? എന്താണ് പവർ അല്ലേ ഗൈസ്? അപ്പൊ പവർ കൂട്ടാൻ വേണ്ടി ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് KFC ഈറ്റിംഗ് ചലഞ്ച് ഗൈസ്. അപ്പൊ KFC കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കണം നമ്മൾ അൽവയ്ക്കാക്കി, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് അല്ലേ ഇവ? അപ്പൊ പേര് കൊടുക്കുമ്പോ KFC തന്നെ കൊടുക്കാം. നമ്മളെ ലോകോത്തര ബ്രാൻഡുകളാണല്ലോ അല്ലെ? അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, ബ്രോസ്റ്റഡ് ചിക്കൻ ഈറ്റിംഗ് ചലഞ്ച് ആണ്. മാത്രമല്ല ഇതിൽ തോക്കുന്ന ആള് ജോളോ ചിപ്പ് കഴിക്കണം. അത് മേലുണ്ട്, ഞാൻ പെടുത്തു തരാം. ഓക്കെ ഗൈസ്, അതായത് യൂസർ ഈറ്റ്സ് ജോളോ ചിപ്പ് ചലഞ്ച് ആണ് വരുന്നത്. പിന്നെ മാത്രമല്ല അപ്പൊ ജോളോ ചിപ്പ് ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഈ ഗർഭിണി ഇവ നമ്മൾ തട്ടാണ്, ക്യാമറമാൻ എടുക്കാണ്. ഇവളിത് തിന്നൂല്ല, അതുകൊണ്ട് ക്യാമറക്ക് പുറകിൽ ഇന്ന് ഹിബാണ്. പുറകിലല്ല, ഇടക്ക് ഓളിയും കാണാം അല്ലെ? ഇടക്ക് ചാറ് ഇട്ടോണ്ടി എന്റെ പരിപാടി നടന്നോട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ക്യാമറമാനും ഈ ബംഗു ഞാനും കേട്ടോ ഇന്നത്തെ ഈറ്റിംഗ് ചലഞ്ചിൽ പങ്കെടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് ഗൈസ്, കം ഓൺ, ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പൊ ജോളോ ചിപ്പ് ഇവിടെ സെറ്റ് ആയി വെച്ചിട്ടുണ്ട്. നോക്ക് ഇവ, അത് ഞാൻ ഇവിടെ വെക്കാം, ബാക്കിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്ക് തെറ്റാണ്. ഓ മൈ ഗോഡ്, മോനെ കൊള്ളും ഗൈസ്. നോക്ക്, വൗ ഗൈസ്, എത്ര ഉള്ളത് നോക്ക് നിങ്ങള്. എങ്ങനെയുണ്ട് ബംഗു ഗൈസ്? അപ്പൊ 10-16 പീസ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ എവിടെ പുറത്താണെങ്കിൽ ഓന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? മയണൈസ് ഇതാ, എനിക്കൊന്ന്. പിന്നെ ഇത് വേണമെങ്കിൽ കെച്ചപ്പ് ഇവിടെ വേറെ ഉണ്ട്. അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. അപ്പൊ ആവേശകരമായ മത്സരം തുടങ്ങുകയാണ്. ആവേശകരല്ല, ആവേശകരം. ഓക്കെ, കെച്ചപ്പ് ആണെങ്കിൽ എടുക്കാട്ടോ. സ്റ്റാർട്ട് ചെയ്യട്ടെ? അപ്പൊ നമ്മള് മൂന്നാള് ഫസ്റ്റ് തന്നെ. ഈ എന്താ അടുത്ത് പോയി ക്യാമറമാൻ ഉണ്ട് കേട്ടോ. നമ്മളെ ഇവരെ മട്ടാഞ്ചേരി മാർക്കിൽ നിന്നപ്പോ നമ്മള് വിളിക്കുന്നത് അല്ലേ? നല്ല പുള്ളിയാണ് ഗൈസ്. മാത്രല്ല പിന്നെ ഇതാ മൂന്നാള് 3 ചിക്കന് ലെഗ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടോട്ടനം ഫാൻ ആട്ടോ. ഒന്ന് ഇടിച്ചോ, ടോട്ടനം ഫാൻ. ഞങ്ങൾ ഉണ്ടാവും ഇവിടെ ആർസൽ ഫാൻസ് ആണ്. വെങ്ക് പൊളിയായിരുന്നല്ലേ? തുടങ്ങി വെക്കും മത്സരം. അപ്പൊ ചിക്കൻ ലെഗ് 3-4 ഉണ്ടായതുകൊണ്ട് ഒന്നായിട്ട് തന്നെ കൂട്ടാം അല്ലെ? നല്ല മുറ്റാന്ന് നമ്മൾ ടൈമൊന്നും സെറ്റ് ചെയ്യുന്നില്ല, ടൈമൊന്നും സെറ്റ് ചെയ്യില്ല. 1000 കൂട്ടാൻ ഒരു കേട്ടോ. ഓക്കെ, ടൈമിന്റെ ആവശ്യമൊന്നുമില്ല. ബംഗു അല്ലെങ്കിൽ ജയിക്കാനല്ല ആസ്വദിക്കാനായിരിക്കണേ. ഇപ്പം പണ്ടേ തന്നെ അറിയാലോ, വെറുതെ പണ്ട ഈറ്റിംഗ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഞാനും ഇപ്പൊ അവിടെ പൊരിഞ്ഞിട്ടും ബംഗുണ്ടോ മൈനസ് പോരാതല്ലേ? നല്ല സുഖമായിട്ട് ആസ്വദിക്കല പണി അല്ല. ഇത് ജോളോ ചിപ്പ് എന്നാണ്. ക്യാമറമാൻ മാത്രം നമ്മള് കൂടുതൽ വെജിറ്റേറിയൻ അല്ലല്ലോ. മീനൊന്നും തിന്നൂല കേട്ടോ, കോഴി മാത്രമേ തിന്നുള്ളൂ. അല്ല, ഇവ നമ്മളെ പോലെയല്ല, മീനൊന്നും തിന്നൂലോ. അവൻ മീൻ തിന്നൂല അറിയ. കോഴിന്റെ മറ്റേ മുട്ടയും എന്തൊക്കെ വൃത്തിയുടെ സാധനങ്ങളൊക്കെ തിന്നു. അത് നല്ല ടേസ്റ്റാ. കൂടുതൽ തിന്നണം കേട്ടോ. അതിന്റെ സ്പീഡ് തിന്നാലല്ലേ കൂടുതൽ തിന്നായുള്ളൂ. ക്യാമറമാൻ അടുത്തെടുത്തിട്ടോ. ഇതെന്താ മറ്റേ വലിയ മടക്കായിട്ടുണ്ട്. ഇല്ല, ഞാൻ തിന്നണില്ല. നിങ്ങൾ ഇരിക്കണ്ടോ? ചെറിയ ലെഗ് നമ്മിപ്പന്റെ ചായ അതിൽ സെറ്റ് ചെയ്ത് എന്താ സാധനം. ഓക്കെ, ഞാൻ അടുത്ത ഞാൻ കാണിക്കുക. പിന്നെ രണ്ടാമത്തെ പീസ് എത്തിയിട്ടുണ്ട്. ബംഗു വർത്താനൊന്നും അല്ല കേട്ടോ, തിന്നലാ മെയിന്. സൂപ്പർ സാധനം. ഇതൊന്നും മിണ്ടാത്ത നല്ല തീറ്റാണ്ടോ? ചെന്നൈയില് പാവം ഒരു സാധനം തിന്നാൻ കിട്ടില്ല ചെക്കന്. ഇവിടെ വന്നിട്ട് അടിച്ചും വിടാ. സെക്കൻഡ് പാർട്ട് ആണ് ഇത്. ഫസ്റ്റ് പാർട്ട് ഞാനും ഹിബിയും ബംഗും ചെയ്തിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? അതിന് ബംഗു കഴിച്ച അന്ന് ഇത്രേ ഉള്ളൂ, ഓർമ്മ ഉണ്ടോ? ഇത്രേ ഉള്ളു. എന്തായാലും ഞാൻ കരുന്ന കൗണ്ടർ പറയല്ല.
ഫേമസ് ഡയലോഗ് ഓർമ്മല്ലേ? അല്ല, അതിന്റെ താഴെ ഒരു കമന്റ് ഉണ്ടാവും വീഡിയോ അല്ലേ, ബംഗുവിന്റെ എക്സ്പ്രഷൻ ഒക്കെ പൊളി, നീ വലിയൊരു നടനാവും വലുതായാലും. അതിനുള്ള കമന്റ്. ബംഗു പണ്ടൊരു ലെവൽ തന്നെ ആയിരുന്നു. അതെന്താ കാരണം? ഇപ്പൊ നല്ല ലോ ലെവൽ. ഓൾഡ് വിന്റേജ് ബംഗു ഫാൻസിന് ചോദിച്ചാൽ മനസ്സിലാവും അല്ല ഇവ. പക്ഷെ ഇങ്ങനെ തിരിച്ചല്ലോ, ചെക്കൻ വലുതായി പോയില്ല. അല്ല ബംഗു ഇപ്പൊ നിഗാണ്. നല്ല ലെഗ് പീസ് എന്നിട്ട് അറിയോ? എയ്യുണ്ട് കേട്ടോ ചഞ്ചിന്. ക്യാമറമാൻ 2.5 കഴിഞ്ഞ് 3ാമത്തെ പീസ്. വാവ് സൂപ്പർ. നോക്കി ചെന്നൈയിലേക്കുള്ള ഇപ്പം തന്നെ നമ്മൾ എടുക്കാതെ ഒട്ടൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ മറ്റേ സ്റ്റോറി ഇതാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫുള്ള് തിന്നാണോ? വേസ്റ്റ് ഒക്കെ പാടില്ലേ? അതിമളൊക്കെ തിന്നാണോ ബംഗു? എല്ലും തിന്നണ്ടാ. സൂപ്പർ. 2 ഫസ്റ്റ് അങ്ങനെ 3ാമതാ. ചെറുത് നോക്കിയിരിക്കണ അല്ലെങ്കിൽ വലുതാണല്ലോ നോക്കിയിരിക്കണേ. ഇപ്പൊ ചെറുതെടുക്കണേ. ഞാൻ 3ാമതാടാ. പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് നമ്മൾ KFCന്റെ ഫസ്റ്റ് പാർട്ട് എടുക്കുമ്പോ ബംഗുവിന് എത്ര പ്രേമലേഖനാണ് അല്ലേ യൂട്യൂബിന്റെ താഴത്തെ കമന്റ്സിൽ വരാം. ഇപ്പോഴും ചോദിക്കലുണ്ട് അവനെ. ഇപ്പോഴും ചോദിക്കലുണ്ട് കുറച്ച് ആൾക്കാർ. ഇപ്പൊ ക്യാമറമാനോട് ക്രഷ് ഒക്കെ അടിക്കുന്ന ടീംസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് കൂടുതൽ കല്യാണ പ്രായമല്ല. ഓൾഡ് കൗണ്ടർ ആണ്. കമന്റ് വായിച്ചതാ, ക്യാമറമാൻ സൂപ്പർ, ഒരു രക്ഷയില്ല, ഒരു സിനിമയിൽ എടുക്കണം എന്നൊക്കെ ഇഷ്ടം. ലെവലാവും. എന്താ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? തീരെ പറ്റണില്ല അവനെ. ചെറിയ അസൂയ ഉണ്ട്. പണ്ട് ബംഗൂരു എന്നോടായിരുന്നു അസൂയ, ഇപ്പൊ ക്യാമറമാനോടാ. നിങ്ങളൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞു. അല്ല കമന്റ്സിൽ ഉണ്ടല്ലോ ക്യാമറമാന് ക്രഷ് അടിച്ചെന്ന്. അപ്പൊ ചെക്കന് 2 എക്സ്ട്രാ തിന്നുന്നുണ്ട് നമ്മളെ കൂട്ടാതെ. അല്ലെങ്കിൽ ടോട്ടൻഹാം ഫാൻസ് ആരും അറിയാതെ ഇടയ്ക്ക് കൂടെ പോവാ അല്ലേ? അടിപൊളി. ബംഗുവിന്റെ എത്ര 2ഓ 3ഓ? ഇപ്പളാ 3 അടിച്ച്. ക്യാമറമാൻ 2 കൽപ്പിച്ചോ. 4ാമത്തെ ഈ പണ്ടത്തെ അവിടുത്തെ വിന്റേജ് മനുഷ്യൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഏതാ പെർഫോമൻസ് പാത്രം ഇങ്ങനത്തെ വർത്താനൊക്കെ അവിടെ. അത് ഈ കക്കൂസ് വർത്താനല്ലാണ്ട് വേറെ ഒന്നും പറയല്ലേ മോനെ. അല്ല ചൂടുള്ള ചിക്കനല്ലേ അപ്പൊ തന്നെ തോന്നുക. പണ്ട് ക്യാമറമാൻ അല്ലേ നഴ്സറി പഠിക്കുമ്പോ പണി പറ്റിച്ച് ഉമ്മ എന്നിട്ട് ഞാനും ഉമ്മ പോയത്. അല്ല ബംഗു അല്ല നമ്മളെ ക്യാമറമാൻ ഫേൺസ് പ്ലേ സ്കൂളിൽ പഠിച്ചില്ലല്ലോ. ഇപ്പൊ പണി പറ്റിച്ച്. ഓർമ്മയില്ല. ബംഗു അന്ന് ചെയ്തിണ്ടാവല്ലോ, എടുത്ത് എറിഞ്ഞുണ്ടാവും. ടൂറി കഴിഞ്ഞിട്ട് ചന്തി ചെയ്യാതെ ആയനെ കിട്ടുമ്പോ ഞാൻ ട്രൗസർ ടൂറില്ലല്ലോ കയ്യത്ത്. പിന്നെ 4ാമത്തെ വലുതെടുത്ത കേട്ടോ. ഇതുവരെ ചെറുതല്ലേ. ബംഗുവിനെ പണ്ടാണ് ഭയങ്കര ലുക്ക് എനിക്ക് ചെറുതാകുമ്പോ. ഇപ്പൊ ഒരുമാതിരി ബംഗുവിനെ കാണാൻ ശരിക്കും കുറ്റി സർവത്ത് അടിക്കുന്ന ആൾക്കാരെ ലുക്ക്. അതൊരു വലിയൊരു ലുക്ക് നല്ലോണം പോയി ബംഗുവിന് അല്ലേ? നൈസായിട്ട് ഇത് യൂസ് കൊടുക്കണം. നല്ല ശുദ്ധമായ H2O. അടിപൊളി ഗൈസ്. അങ്ങനെ അടിപൊളിയല്ലേ? അടിപൊളിയാ. ഇസുനെ ഞാൻ തല ഒട്ടിക്കുന്നത്. ഈ 4 നിങ്ങള് 4 തിന്നാലല്ലേ കഴിഞ്ഞാലേ ഞാൻ എടുക്കും.
ഗൈസ് നിങ്ങൾ ഈ വീഡിയോ എല്ലാരും പറയാം ബംഗുവിനെ ക്രഷ് അടിച്ചെന്ന്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ക്രഷ് അടിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ തിന്നണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ ബംഗു പെർഫോം ചെയ്യണമെങ്കിൽ അതിന്റെ സീനായല്ലേ പിന്നെ വേണ്ട. നിങ്ങൾ ഓനെ തന്നെ ക്രഷ് അടിച്ചോന്ന് പറഞ്ഞിട്ടോ. ശരിക്ക് സീനായിട്ട് തോന്നുന്നുണ്ടോ? ഒരു ഗേൾഫ്രണ്ട് ഒക്കെ വേണ്ടേ? ഞാൻ കണ്ടുപിടിച്ചിരുന്ന മകളാക്കിയാൽ അതുകൊണ്ടാണ് ഫസികാക്കേ കേട്ടില്ല. ഇവിടെ എല്ലാവർക്കും ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. വിസുവിന് അത് ക്രമം വിചാരിക്കുന്നതല്ല. റോമിയോ ജൂലിയറ്റുള്ള റോമിയോ ആണ് അല്ലെ? ഇത് അല്ലു അർജുന്റെ റോമിയോ ജൂലിയറ്റ് ആണ്. മറ്റേതൊന്നല്ല. ഇന്നലെ നമ്മൾ ജയറാമിന്റെ മറ്റേ മമ്മൂട്ടിന്റെ പുതിയ പടം അതിന് കയറി. ഇന്നലെ നമ്മൾ ഇന്റർവെൽ ആയപ്പോഴേ നമ്മൾ മൂത്രയ്ക്കാൻ പോയി. അവിടെ സ്ക്രീൻ 4ഉം 5ഉം ആണല്ലേ. അപ്പൊ നമ്മള് 4ല്ല. ഇപ്പൊ എന്താക്കി ടോയ്ലറ്റിൽ നേരെ 5 കയറിയിട്ട് ക്ലൈമാക്സ് കണ്ടിട്ടുണ്ട് 4ലേക്ക്. എല്ലാരോടും ക്ലൈമാക്സ് പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല ഫസ്കാക്ക് എന്നോട് അവിടേക്ക് കേറാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞേ ഈ പോയിക്കോ, ഞാൻ ബാത്റൂം പോയി വരാൻ പറഞ്ഞു. അത് നോക്കുമ്പോ 5ഉം 4ഉം എടുത്തെടുത്താ. ഇവിടെ കുറച്ച് മുന്നേ തുടങ്ങിയിങ്ങനെ 5ല്. ഇവിടെ പോയിട്ട് ഇവിടെ സെക്കൻഡ് ഹാഫ് തുടങ്ങണോളാ നമ്മള്. ഇവിടെ നേരെ പോയി ക്ലൈമാക്സ് ഉണ്ട് വന്നടാ. എന്നിട്ട് ഇതിലും മമ്മൂട്ടി ഉണ്ട്. എന്ത് സാധനം. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇതേ പൈസ വേസ്റ്റ് ആയി. മമ്മൂട്ടി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയണോ? ഇവൾക്ക് എന്താ അറിയാനാടാ. ആരാ സംവിധായകൻ പടത്തിന്റെ? ജോഷി. അടിപൊളി. അല്ല ഇതിൽ ഏറ്റവും ചെറുതായിരിക്കാ കിട്ടാന്ന് നമുക്ക് ഇവിടെ അടിക്കാം. ഇത് ഫസ്റ്റ്, ഇത് 1, 2, 3 ഇതായിരിക്കാം. ഓക്കെ ഇതായിരിക്കാം. ക്യാമറമാൻ ഏച്ചി ചോദിക്കുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് ആരാ തിന്ന് തീർക്കണം? ഒരാൾക്ക് കളി കഴിക്കാൻ വേണ്ടി പോണേ. ഇത് ഫസ്റ്റ് തിന്ന് തീർക്കണം. അപ്പൊ ക്യാമറമാൻ കഴിഞ്ഞല്ലോ. എല്ലാവർക്കും മതിയായിട്ടുണ്ട്. ഞാൻ ഇല്ലാണ്ടായി പോയി. ഞാൻ ഇല്ലാണ്ടായി പോയി. ഇവിടെ നോക്കട്ടെ. ഇവിടെ നിന്ന് ഈച്ച ആർക്കുന്നുണ്ടല്ലോ. താഴെ വിടുന്നുണ്ടോ വല്ലതും? ബക്കറ്റ് വേണോ? ഈച്ച ആർക്കുണ്ട്. ഹിബക്കിപ്പോ നല്ല സ്വഭാവം അല്ലെ? ഹിബക്കിപ്പോ അമ്മായി സ്വഭാവം തരാം. അതെനിക്ക് ബാത്റൂം എല്ലാരോടും പട്ടിക്കാട്ട സ്വഭാവം. എന്താ അറിയില്ല. സാരില്ല സഹിച്ചാ ചിരിക്കാൻ വേണ്ടി പറഞ്ഞ അത്രക്കുണ്ട് കയ്യിലിരിപ്പ്. ഫിനിഷ്. അപ്പൊ ഫസ്റ്റ് ക്യാമറമാൻ, സെക്കൻഡ്, തേർഡ് ഇവരെ കോയിന്റെ ഇത് പരപ്പളവ് നോക്കിട്ട് എടുക്കണ. ഇത്ര വലിയ തീറ്റ ഞാൻ ഫുള്ള് ചെസ്റ്റ് പീസ് എടുത്തു. ചെസ്റ്റ് വിടാനാ? ഈ ക്യാമറമാൻ ഗർജിക്കുന്ന സിംഹം തന്നെ കേട്ടോ. അത്ര പെട്ടെന്ന് പോയി നിർത്തേ. അവിടെ ചെന്നൈയിൽ അവിടെ നിന്ന് എന്താ പശക്കത്ത് മണി പശക്കത്ത് മണി ഇതാ പരിപാടി തോന്നുന്നു. അപ്പൊ ഇന്നത്തെ ജോളജിപ്പ് എന്തായാലും ബംഗുവിൽ തന്നെയാണ്. ഞാൻ തിന്നെടുത്തിട്ടോ. ഒക്കെ 18+ മാത്രമേ കാണാൻ. എന്റെ റൂമിൽ രാത്രി ഞാൻ പറയില്ല മിണ്ടായിട്ടിന്നവിടെ. അല്ല കഴിഞ്ഞ ഇത് ഫസ്റ്റ് തിന്നു കഴിഞ്ഞാലോ നേരത്തെ പറഞ്ഞു. അപ്പൊ നമ്മളെ ബംഗു ജോളച്ചിപ്പ് തിന്നാൻ വേണ്ടി പോകണം. ലൂസർ ബംഗു കേട്ടോ. ചെറിയ കണ്ട തിന്നാ മതി. അത് ഫുള്ള് തിന്നണമെന്നില്ല. അങ്ങോട്ട് ചെയ്ത് കാണിച്ച് കൊടുക്കട. അത്യുഗ്രനാണ് നമ്മളെ ബംഗു. വേറെ ലെവലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? അപ്പൊ അങ്ങനെ നമ്മളെ ചലഞ്ച് കഴിഞ്ഞിരിക്കുമ്പോ ഫസ്റ്റ് പ്രൈസോടെ നമ്മളെ നമ്മളെ ക്യാമറമാനാ ജയിച്ചിരിക്കുന്നത്. നമ്മളെ ക്യാമറമാൻ ഇതാ അച്ചുവേ നോക്കടാ. അപ്പൊ ഞാൻ തിന്നില്ലെങ്കിൽ മോശമാണ്. ഇതായിരുന്നു വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊടിക്കുക. അടുത്ത വീഡിയോ നമ്മൾ തിരിച്ചു തരാം. അതിലേക്കും